2 വർഷം അവർ 62 വയസ്സിൽ പിരിച്ചുവിടുമെന്ന് പറയണേ. 62 വയസ്സിൽ പിരിച്ചുവിടുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? ഇപ്പോൾ ഞാൻ ആലോചിക്കാം, ഞാനന്ന് എനിക്ക് കോവിഡ് സമയത്ത് മരിച്ചിരുന്നെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ആ 50 ലക്ഷം രൂപ കിട്ടുമായിരുന്നല്ലോ, എനിക്ക് ഈ തെരുവിൽ വന്ന് ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും സാർ ഞാൻ ഇവിടെ കിടക്കും. സമരം തീർന്നല്ലാതെ പോകില്ല. ഇവിടെ കിടക്കുന്ന കൊതുകടി കൊണ്ട് നിവർത്തിയില്ല കിടക്കാൻ. എന്നാലും ഞങ്ങളുടെ അവകാശം കിട്ടിയാലേ ഞങ്ങൾ മാറുള്ളൂ. ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഞാൻ 93-ൽ കയറിയതാണ് ജോലിക്ക്, MSS ആയിട്ട് കയറിയതാണ്. കയറി ഇത്രയും വർഷം ഇപ്പോഴും ആശാ വർക്കറായിട്ട് ചെയ്യുന്നു. ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നത് വീട്ടിലെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് ഞാനില്ല. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് നമുക്ക് ഈ കാശ് കിട്ടാത്തതുകൊണ്ട് ഒത്തിരി കടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിലും വലിയ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടായാലും വേണ്ടില്ല, ഞാൻ ഇവിടെ കിടന്ന് ഞാൻ ജോലി ചെയ്ത കാശ് അവകാശം, എൻ്റെ അവകാശപ്പെട്ട കാശ്, എനിക്ക് അർഹതപ്പെട്ട വേതനവും കിട്ടിയാലേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. ഈ സമരം തീരുന്നത് വരെ ഞാൻ ഈ മരിക്കുന്നത്, ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാലും സാർ ഞാൻ ഇവിടെ കിടക്കും. സമരം തീർന്നല്ലാതെ പോകില്ല. ഒരു വീട്ടിൽ ഞാൻ സർവേ എഴുതാൻ പോയപ്പോൾ പട്ടി ഓട്ടിച്ച് മുള്ളുകമ്പിയുടെ പുറത്തൂടെ വീണ് എൻ്റെ ഈ കാല് മുറിക്കാൻ പറഞ്ഞ കാലാണ്. എൻ്റെ ഈ കാല് ഈ ഇരുമ്പ് കൊണ്ട് മുള്ളുകമ്പി കൊണ്ട് ഇരുമ്പ് തുരുമ്പായി. എൻ്റെ ഈ കാല് മുറിച്ച് കളയാൻ പറഞ്ഞ കാല് മുറിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഈ കാല് വെച്ച് കഷ്ടപ്പെട്ട പൈസ എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ.